റേച്ചൽ ബാർബർ എന്ന് പറയുന്നത് 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. മ്യൂസിക്കൽ ആൽബം ചെയ്യുക, അതുപോലെ തന്നെ മോഡലിംഗ്, ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു റേച്ചൽ ബാർബർ. അതുപോലെ തന്നെ ആ ഒരു 15 വയസ്സ് പ്രായത്തിൽ തന്നെ അതിനൊരു ബോയ് ഫ്രണ്ടും അതിൻ്റെ സ്കൂളിലുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസമൊന്നും വളരെ മികച്ച രീതിയിലൊന്നും ആയിരുന്നില്ല കൊണ്ടുപോയിരുന്നത്. കാരണം പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അതിന് ഡാൻസിനോട് അതിയായ ഇഷ്ടവും ഉണ്ടായിരുന്നു. ഇതൊക്കെ അതിൻ്റെ പേരൻസിന് അറിയാവുന്നത് കൊണ്ട് തന്നെ പേരൻസും ഈ ഒരു ഡാൻസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ഒരു കുട്ടിക്ക് അവിടെ ഒരു സ്റ്റുഡിയോ ഇട്ട് കൊടുക്കുകയും സ്റ്റുഡിയോയിൽ എന്നും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടാക്കുകയും ചെയ്തിരുന്നത് പോലും ഈ ഒരു പേരൻസ് തന്നെയായിരുന്നു. സാധാരണ രീതിയിൽ തന്നെ തൻ്റെ പിതാവ് ട്രാം സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും ട്രാം സ്റ്റേഷനിൽ നിന്ന് കയറി സ്റ്റുഡിയോയിൽ പോവുകയും അവിടെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നും സാധാരണ രീതിയിൽ ഒരു വളരെ വലിയൊരു സമയം തന്നെ അതിൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ചിലവഴിച്ചതിന് ശേഷമായിരിക്കും തിരികെ വരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം തൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഒരുപാട് നേരമൊന്നും സമയം ചിലവഴിക്കാൻ ആ ഒരു പെൺകുട്ടി തയ്യാറായിരുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ അന്നൊരു സീക്രട്ട് ജോബിന് രാത്രി പോകുന്നുണ്ടെന്നും ആ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് കിട്ടുമെന്നുമായിരുന്നു ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു ബോയ് ഫ്രണ്ട് ഒരുപാട് നേരം ശ്രമിച്ചു, എന്താ കാര്യം, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ അറിയാൻ. പക്ഷേ അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. കാരണം പോയിട്ട് വന്നതിന് ശേഷം എല്ലാം വിശദമായിട്ട് പറയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയിരുന്ന ഈ റേച്ചൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. എന്താണ് റേച്ചലിന് സംഭവിച്ചത്? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ. 1999 തീയതി എല്ലാ ദിവസത്തേതും പോലെ തന്നെ തൻ്റെ പിതാവ് ട്രാം സ്റ്റേഷനിലേക്ക് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവിടുകയാണ്. ആ ഒരു പെൺകുട്ടി അവിടെ ട്രാം സ്റ്റേഷനിൽ നിന്നും ഇതുപോലെ ഈ സ്റ്റുഡിയോയിൽ എത്തുകയും ഒരുപാട് നേരം പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു ഇമാനുവൽ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിക്കുകയും കുറച്ച് നേരം മാത്രമേ, എന്നത്തേതും പോലെ തന്നെ ഒരുപാട് നേരം സംസാരിക്കുന്നൊന്നുമില്ല, കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇതുപോലൊരു സീക്രട്ട് ജോബുണ്ട്, സീക്രട്ട് ജോബിന് വേണ്ടി തനിക്ക് പോകണം, പോയി കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും, എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പോയിട്ട് വന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോകുന്നത്. പിന്നീട് ഒരുപാട് നേരം കാത്തിരുന്നിട്ടും ഈ പിതാവ് ആ ട്രാം സ്റ്റേഷനിൽ ഈ കുട്ടി വന്നിറങ്ങുന്നത് കാണുന്നില്ല. ഇതുപോലെ ഈ മാതാപിതാക്കൾ ഈ ഒരു കുട്ടിയെ അന്വേഷിച്ചിറങ്ങുകയും കൂട്ടുകാരുടെ വീട്ടുകളിലെല്ലാം പോയി അന്വേഷിക്കുകയാണ്. പക്ഷേ എവിടെ പോയി അന്വേഷിച്ചിട്ടും ഇതുപോലൊരു പെൺകുട്ടിയെക്കുറിച്ച് വിവരവുമില്ല. ഈ ഒരു പെൺകുട്ടി അവിടെ എത്തിയതായിട്ട് ഒരു വിവരവുമില്ല. എല്ലാവരും പറയുന്നത് ഡാൻസ് കഴിഞ്ഞിട്ട് എന്നത്തേതിനേക്കാളും കുറച്ച് നേരത്തെ അവിടെ നിന്ന് വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും അന്വേഷിക്കുന്ന സമയത്താണ് ഇതേപോലെ ഇമാനുവൽ എന്ന് പറയുന്നൊരു സുഹൃത്ത് ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ ഇവർ ഇമാനുവലിൻ്റെ അടുത്ത് ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇമാനുവൽ ഞെട്ടിയിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് വീട്ടിൽ എത്തിയിട്ടില്ല, എന്താണ് സംഭവിച്ചതെന്ന് പുള്ളിക്ക് അറിയത്തുമില്ല. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളും ഇതുപോലെ ഒരു സീക്രട്ട് ജോബിന് പോകുന്നുണ്ടെന്നും ആ ഒരു ജോബിന് പോയാൽ കുറച്ച് കാശ് കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതായിട്ട് ഈ പേരൻസിനോട് പറയുന്നത്. പക്ഷേ ഈ പേരൻസ് ഇത് കേട്ട് വീണ്ടും ടെൻഷൻ അടിക്കുകയാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് ഈ സെക്സ് വർക്ക് എന്ന് പറയുന്നത് ലീഗലി അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രാപ്പിലോട്ട് വീണിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഇവർ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഇങ്ങനെയുള്ള സ്ട്രീറ്റുകൾ, റെഡ് സ്ട്രീറ്റ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിക്കുകയും ഇതേപോലെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ തിരക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ സ്വന്തമായിട്ടുള്ള തിരച്ചിലിനെല്ലാം ശേഷം ആ ഒരു വീട്ടുകാർ പോലീസിൽ പരാതിപ്പെടുകയാണ്. പക്ഷേ പോലീസിൽ പരാതിപ്പെടുന്ന സമയത്ത് ഈ ഒരു ടീനേജ് പെൺകുട്ടി സ്വന്തം ബോയ് ഫ്രണ്ടിനോട് ഒളിച്ചോടിപ്പോയി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാത്രമേ പോലീസ് ആ ഒരു കേസിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ പേരൻസിന് സ്വന്തം കുട്ടിയുടെ ഒരു കാര്യം അങ്ങനെ കാണാൻ കഴിയത്തില്ലായിരുന്നല്ലോ. അങ്ങനെ അവർ വീണ്ടും പല രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങിയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഒരു ദിവസം 2 ദിവസമായിട്ടൊന്നും കാണാതെ വരുന്തോറും പിന്നീട് ഈ ഒരു കേസ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. അങ്ങനെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കാരണം പോലീസിനും ഇതൊരു തലവേദനയായി മാറുകയാണ്. കാരണം അവർക്ക് ഈ ഒരു കേസിന് വലിയ പ്രഷർ വരികയാണ്. അങ്ങനെയാണ് അവരും ഈ ഒരു കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഇവർക്കൊരു സസ്പെക്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെയാണ്. അങ്ങനെ ഇമാനുവലിൻ്റെ അടുത്ത് വന്നിട്ട് ഇമാനുവലിനെ പല രീതിയിൽ ഇവർ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്തിട്ടും പക്ഷേ ഈ ഒരു പെൺകുട്ടിയിലോട്ട് എത്താനുള്ള ഒരു ലീഡ് ഇവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു അധ്യായം അടഞ്ഞു പോയതിന് ശേഷം അവർ വീണ്ടും പല രീതിയിലുള്ള അല്ലാതുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയാണ്. ആ ഒരു അധ്യായം അവസാനിച്ചതിന് ശേഷം പിന്നീട് വീട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി, അതായത് പേരൻസിനോടെല്ലാം ചോദ്യം ചെയ്യുകയാണ്. ഇതേപോലെ പെൺകുട്ടി എപ്പോഴാണ് കാണാതായത്, സാധാരണ രീതിയിൽ എങ്ങനെയാണ്
വീട്ടിൽ വരുന്നത്? വീട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വഴക്കുണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ആരെങ്കിലും അസ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഒരു സംശയം തോന്നുന്നത്. അവർക്കൊരു ഫോൺ കോൾ വരികയാണ് 2 ദിവസം മുമ്പ്. ഈ ഒരു പെൺകുട്ടിയെ കാണാതാകുന്ന സമയത്ത് ഈ കാണാതായ റേച്ചൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ പണ്ട് നോക്കിയിരുന്നതും, പക്ഷേ ഈ റേച്ചലുമായിട്ട് വലിയ പ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ല, 3-4 വയസ്സ് മാത്രം പ്രായം വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈ ഒരു സ്ത്രീ അവിടെ ഫോൺ ചെയ്യുന്നതും, ആ ഒരു സ്ത്രീ ഫോൺ ചെയ്ത് ചോദിക്കുന്നതിനകത്തൊരു അസ്വാഭാവികം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ബന്ധുക്കൾക്കോ അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഈ ഒരു പെൺകുട്ടി കാണാതായത് അറിയുന്നതിനേക്കാൾ മുമ്പേ ഈ സ്ത്രീ വീട്ടിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ റേച്ചൽ കാണാതായത് എങ്ങനെയാണ്, എന്ത് പറ്റിയതാണ് റേച്ചലിന്, അതിൻ്റെ വിഷമങ്ങൾ പങ്കുചേരാനൊക്കെ ശ്രമിക്കുന്ന രീതിയിൽ ഫോൺ ചെയ്യുന്നു. അതൊരു സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ഇവർക്കും തോന്നില്ല. അത് കേട്ടിരുന്ന പോലീസുകാർക്കും അതിനകത്തൊരു ഡൗട്ട് ഫീൽ ചെയ്യുകയാണ്. ഈ കരോളിൻ എന്ന് പറയുന്ന സ്ത്രീയുടെ കോൾ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ പെൺകുട്ടി കാണാതാകുന്നതിന് ഈ വീട്ടിലേക്ക് ഇവർ വിളിച്ചിട്ടുണ്ട്. പക്ഷേ വിളിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ഈ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു റേച്ചൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റേച്ചലിനോട് ഒരുപാട് നേരം സംസാരിച്ചതായിട്ട് ഈ ഒരു കോൾ ലിസ്റ്റിൽ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ഒരു കരോളിനെ അന്വേഷിച്ചിട്ട് കരോളിൻ്റെ വീട്ടിലേക്ക് ഈ പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ വീട് പൂട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ പുറത്തൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഈ പോലീസ് മനസ്സിലാക്കുന്നത് അവിടെ ഒരു വീട് ഷിഫ്റ്റിംഗ് നടന്നതിനായിട്ട്. അങ്ങനെ വീട് ഷിഫ്റ്റിംഗ് നടന്നതൊക്കെ ഇവർക്ക് മനസ്സിലാകുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. ഇവർ ഈ വീട് പൊളിച്ച് അകത്ത് കയറുകയാണ്. കതക് തുറന്ന് അകത്ത് കയറുമ്പോൾ കാണുന്നത് ഈ കരോളിൻ അവിടെ ബോധമില്ലാതായി കിടക്കുന്നതാണ്. അങ്ങനെ ഈ കരോളിനെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴാണ് അവർ ഈ വീട് മൊത്തം അരിച്ചു പറക്കുകയാണ്. അങ്ങനെ എന്താണ് സംഭവിച്ചത്? അങ്ങനെ നോക്കുമ്പോൾ ഈ വീട്ടിലെ പല വസ്തുക്കളും അവിടെ കാണുന്നില്ല. എല്ലാം ഒരു ഷിഫ്റ്റ് നടന്ന രീതിയിലേക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഷിഫ്റ്റിംഗ് നടത്തിയ ഒരു കമ്പനിയെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുകയും ആ കമ്പനിയിൽ മനസ്സിലാക്കി അവിടെ ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കരോളിൻ എന്ന് പറയുന്ന സ്ത്രീയുടെ മുത്തച്ഛൻ്റെ ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു പഴയ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്കാണ് ഈ ഒരു ഫർണിച്ചറും അതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പറയുന്ന സമയത്ത് തന്നെ ഈ കമ്പനി പറയുന്നുണ്ട് അവിടുന്ന് ഒരു സ്റ്റാച്ചു ഞങ്ങൾ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ ഒരു സ്റ്റാച്ചു ഉണ്ടാകുന്നതിനേക്കാളും കനം ആ ഒരു സ്റ്റാച്യൂയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തേക്കൊക്കെ അന്വേഷിച്ച് ചെല്ലുകയും ആ ഒരു വീട് മൊത്തം സെർച്ച് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ആ ഒരു സ്റ്റാച്ചു കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ സ്റ്റാച്ചു മൊത്തം അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ആ സ്റ്റാച്ചുവിനകത്ത് ഈ ഒരു റേച്ചലിൻ്റെ മൃതദേഹം കണ്ടെത്തുകയാണ്. ആ ഒരു സമയം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് കോളും വരുന്നുണ്ട്, ഈ കരോൾ ബോധം തെളിഞ്ഞിരിക്കുന്നതായിട്ട്. അങ്ങനെ ഈ പോലീസുകാരെല്ലാം ഈ ഹോസ്പിറ്റലിലെത്തി ഈ കരോളിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഒരു വിചിത്രമായ കാര്യമാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ഉപയോഗിച്ചതിൻ്റെ വിചിത്രമായ ഒരു കാര്യം. ഈ ഒരു കരോളിൻ എന്ന് പറയുന്നത് ഈ റേച്ചലിൻ്റെ വീടിന് അടുത്ത് തന്നെയായിരുന്നു താമസമുണ്ടായിരുന്നത് പണ്ട് കാലത്ത്. കരോളിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല രീതിയിലല്ല പൊയ്ക്കൊണ്ടിരുന്നത്. അവരുടെ പേരൻസ് പണ്ടേ ഡിവോഴ്സ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ തനിക്ക് വളരെ ഭംഗിയൊന്നുമില്ലായിരുന്നു കാണാൻ എന്നൊക്കെ സ്വയം ചിന്തിച്ചിരുന്ന് നടന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ കരോളിൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ റേച്ചലിനെ കാണുമ്പോൾ എപ്പോഴും ഈ ഒരു കരോളിന് അസൂയായിരുന്നു. കാരണം റേച്ചലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായി പോയിരുന്നു. പേരൻസിനെല്ലാം ഈ റേച്ചലിനോട് വളരെയധികം സ്നേഹം, അതൊക്കെ ഈ കരോളിന് വളരെയധികം അസൂയ ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ കരോളിന് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ വളരെ മോഹമുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ രൂപത്തിൻ്റെ ഒരുപാട് വണ്ണമുണ്ടായിരുന്നു. അതൊക്കെ തൻ്റെ സിനിമയിൽ നിന്നും ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോയി എന്നുള്ള വികൃതമായ ചിന്താഗതി മൂലം ഈ ഒരു റേച്ചലിനോട് വളരെയധികം ദേഷ്യം തോന്നുകയാണ്. അങ്ങനെ അവർ ആ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരേക്ക് താമസം മാറുകയാണ്. പക്ഷെ താമസം മാറിയിട്ടും ഇവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു ക്രൂരമായ ഇത് വീണ്ടും അതിൻ്റെ കൂടെ തന്നെ വളരുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഈ റേച്ചലിനെ ഈ കരോളിൻ ബന്ധപ്പെടുകയാണ്. ഇതുപോലെ ഞാനൊരു റിസർച്ച് നടത്തുന്നതിന് ചെറിയ ഹെൽപ്പൊക്കെ വേണം, നീ അതിനു വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിനക്ക് $500 പെർ ഡേ തരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ കരോളിനെ റേച്ചലിന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സംശയം തോന്നേണ്ട ഒരു കാര്യമൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ ഇത് സമ്മതിക്കുകയാണ്. അതുമാത്രമല്ല പൈസ ഒരു $500 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെ ആയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ഇതിനു വേണ്ടി അവിടെ ചെല്ലുകയും
പക്ഷേ ഈ ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നീ വരുന്ന ദിവസം ആരോടും ഒന്നും പറയരുത്, ഈ ഒരു റിസർച്ചിന് വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ആ രാത്രിയിൽ ഈ ഒരു പെൺകുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിനകത്ത് മയക്കുമരുന്ന് കലർത്തി കൊടുക്കുകയാണ്. അങ്ങനെ ചെറിയ അബോധാവസ്ഥയിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയെ പുറകിൽ നിന്ന് വന്ന് ഒരു ടെലിഫോണിൻ്റെ വയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരുക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊന്നതിന് ശേഷം ആ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം 2 ദിവസം അവിടെ ഇടുകയും അതുപോലെ തന്നെ ഈ പുറത്തൊക്കെ ഇറങ്ങി വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഫോൺ വിളിച്ചൊക്കെ അന്വേഷിക്കുകയും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയൊക്കെ ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സംശയം തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കാര്യം. അതിനുശേഷം ഈ ഒരു ബോഡി വികൃതമാക്കി എവിടെയെങ്കിലും ഡംപ് ചെയ്യണമെന്നായിരുന്നു ഈ ഒരു കരോളിൻ്റെ ചിന്താഗതിയിലുണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് സ്റ്റാച്യുവിൽ കയറ്റി മറ്റൊരു വീട്ടിൽ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് ലിങ്ക് കിട്ടി പോലീസ് ഇവരെ ക്യാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് ഈ ഒരു റൂമുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് തുണ്ടുകൾ പേപ്പറുകളും അതുപോലെ തന്നെ ഡയറികളും ഒക്കെ കിട്ടുകയാണ്. ആ ഡയറികളിലെല്ലാം ഈ ഒരു സൗന്ദര്യത്തെക്കുറിച്ചും എനിക്ക് വളരെ ഭംഗിയില്ല, പക്ഷേ ഈ റേച്ചൽ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരുപാട് സന്തോഷങ്ങളും അതിൻ്റെ പേരൻസും എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നു, ജീവിതം നല്ല രീതിയിൽ പോകുന്നു, പക്ഷെ തൻ്റെ ജീവിതം ഒരുപാട് നശിച്ചു പോയി, തനിക്കങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ളൊരു വികൃതമായ രീതിയിലുള്ള ചിന്താഗതിയുള്ള രീതിയിലുള്ള എഴുത്തുകളൊക്കെ ആയിരുന്നു ആ ഒരു ഡയറികളിൽ നിന്നെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് ഈ കരോളിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കൊടുക്കുന്നത്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.